കണ്ണിനും മനസ്സിനും കുളിർമയേകിയ കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനമായി. പോലീസ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പുഷ്പോത്സവം കണ്ണൂരിന്റെ ജനകീയ ഉത്സവമായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വീട്ടുമുറ്റത്തും ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം നൽകാൻ പുഷ്പോത്സവത്തിനായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പുഷ്പവുമായുള്ള ലോറികൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിപാടികൾക്ക് പൂവുകൾ ഉണ്ടാകാത്ത അവസ്ഥയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ മന്ത്രിയും ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ചേർന്ന് വിതരണം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി.വി. വിനീഷ്, പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ പി.വി. രത്നാകരൻ, സംഘാടക സമിതി ട്രഷറർ കെ.എം. ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 ദിവസങ്ങളിലായി പതിനായിരങ്ങളാണ് പുഷ്പഫല സസ്യ പ്രദർശന മേളയിലേക്ക് ഒഴുകിയെത്തിയത്. കേരളത്തിനകത്തും പുറത്തുനിന്നും മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതടക്കമുള്ള അപൂർവ ചെടികളുടെയും സസ്യങ്ങളുടെയും പൂക്കളുടെയും അപൂർവ ശേഖരമായിരുന്നു ഇത്തവണത്തെ സവിശേഷത. ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ സസ്യം കാണികളെ ആകർഷിച്ചു. സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പഠിക്കാനുള്ള ഇരപിടിയൻ ചെടിയെ നേരിൽ കാണുവാനും പരിചയപ്പെടാനും കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. 12,000 ചതുരശ്ര അടിയിലൊരുക്കിയ ഡിസ്പ്ലേ ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം. കുമളിയിൽ നിന്നെത്തിയ വിദഗ്ധ തൊഴിലാളികളാണ് ഡിസ്പ്ലേ സജ്ജമാക്കിയത്. റോസ്, ഓർക്കിഡ്, ആന്തൂറിയം, പോയിൻസെറ്റിയ, ജെർബ്ര പീസ് ലില്ലി, മെറിഗോൾഡ്, ബേബി സീനിയ, കലാഞ്ചോ, പെറ്റാണിയ, സാൽവിയ, പെൻഡനാസ്, സെലോഷ്യ, ഡെയ്സി തുടങ്ങി കണ്ണൂരിന് ചിരപരിചിതമല്ലാത്ത പൂക്കളുടെ കമനീയ ശേഖരമായി വിശാലമായ പ്രദർശനത്തോട്ടം. ഇതോടൊപ്പം 50ഓളം നഴ്സറി സ്റ്റാളുകളിൽ ചെടികളും ഔഷധ സസ്യങ്ങളും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളുമെല്ലാം വാങ്ങുന്നതിനും നല്ല തിരക്കനുഭവപ്പെട്ടു. എല്ലാ ദിവസവും കാർഷിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ, പാചക മത്സരം, കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.